ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. ഓരോ വിഭവങ്ങളും പിറവിയെടുക്കുന്നത് അതിൽ ചേർക്കുന്ന ചേരുവകളുടെ അടിസ്ഥാനത്തിലാണ്. അവയുടെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് സമ്മാനിക്കുന്നതോ വ്യത്യസ്തമായ രുചികളുമാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ത്യൻ വിഭവങ്ങളിൽ നോർത്ത് ഇന്ത്യൻ രുചികളോടൊരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. ലഞ്ച് ബോക്സ് സീരീസിലെ മൂന്നാമത്തെ റെസിപ്പിയായി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജീര റൈസ് ദാൽ ഫ്രൈ കോമ്പിനേഷനാണ്. വീട്ടമ്മമാർക്ക് സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ലഞ്ചിനായി കൊടുത്തുവിടാൻ പറ്റുന്നൊരു ഈസിയും ടേസ്റ്റിയും ന്യൂട്രീഷ്യസുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ജീര റൈസിനായി 1 കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകിയ ശേഷം വെള്ളമൊഴിച്ച് അരമണിക്കൂർ കുതിരാനായി മാറ്റിവെക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ജീരകവും 2 ടേബിൾ സ്പൂൺ നെയ്യും 1 നാരങ്ങയുടെ നീരും 1/2 ടീസ്പൂൺ കുരുമുളകും നെടുകെ പകുതിയോളം കീറിയ 3 പച്ചമുളകും പിന്നെ 1 പിടി മല്ലിയിലയുമാണ് വേണ്ടത്. ഇനി ദാൽ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകിയ ശേഷം ചെറുതായി ഒന്ന് കുതിർന്ന് കിട്ടുന്നതിനായി 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. ചെറുതായി നുറുക്കിയെടുത്ത 1 ടൊമാറ്റോ, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത്, 1 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത്. ഇനി പൊടികളായി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം, ചെറുതായി നുറുക്കിയ 2 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, 2 ഉണക്കമുളക് എന്നിവയാണ്. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. അതിനായി ഒരു പ്രഷർ കുക്കറിലേക്ക് കുതിർത്തിയെടുത്ത പരിപ്പും ഉപ്പും 2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. പരിപ്പ് പൂർണ്ണമായും ഉടഞ്ഞു ചേരണം, എങ്കിലേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടൂ. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് അരി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ച് തിളയ്ക്കാറാകുമ്പോൾ അതിലേക്ക് ഉപ്പും നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് വേണം നിർത്താനായിട്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുത്ത് കറക്റ്റ് വേവിൽ വെന്ത് പൊട്ടിപ്പോവാതെ തന്നെ വേവിച്ചെടുക്കുക. റൈസ് 2 രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഒന്ന് ഈ പറയുന്ന രീതിയിലും മറ്റേത് അരിയുടെ ഇരട്ടി വെള്ളത്തിൽ ജീരകവും ഒപ്പമിട്ട് വറ്റിച്ചെടുക്കുന്നതാണ്. ജീരകം ഇട്ട് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ റൈസിൻ്റെ കളർ ഒരു ഇളം മഞ്ഞ നിറത്തിലേക്കാകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ആദ്യത്തെ മെത്തേഡ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ റൈസ് എല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് വെള്ളത്തിൽ അധികം നേരം ഇട്ടുകൊണ്ടിരിക്കാതെ കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുക. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് നെയ്യ്, കുരുമുളക്, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റി 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് 1 പിടി മല്ലിയിലയും ഇട്ട ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അവസാനമായി ജീര റൈസിൻ്റെ ഫ്ലേവർ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നതിനായി 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ജീര റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി അടച്ച് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ദാൽ ഫ്രൈ റെഡിയാക്കാം. അതിനായി പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വഴറ്റിയെടുക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ച പച്ചമുളകും സവാളയും ചേർത്ത് കളറ് ചെറുതായി ഒന്ന് മാറും വരെ വഴറ്റിയെടുക്കുക. പിന്നീട് തക്കാളിയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഉടഞ്ഞു ചേരുന്നത് വരെ നന്നായി വഴറ്റി യോജിപ്പിക്കുക. ഈ സമയം പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് കരിഞ്ഞു പോവാതിരിക്കാനായി അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കി നന്നായി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും 1 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് നന്നായി ഞെരടിയതും 1 ടീസ്പൂൺ ബട്ടറും മല്ലിയിലയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ദാൽ ഫ്രൈക്ക് ഇപ്പോൾ ഈ ഒരു തിക്നെസ് മതിയാകും. ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാകുന്നതാണ്. ഇനി ഇതൊന്ന് സീസൺ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ചെറുതായി നുറുക്കിയ 3 വെളുത്തുള്ളിയും 2 നുള്ളു കായപ്പൊടിയും 2 വറ്റൽമുളകും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കി കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി ജീര റൈസും ദാൽ ഫ്രൈയും ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കഴിക്കുന്ന സമയത്ത് ദാൽ ഫ്രൈയുടെ മുകളിൽ കുറച്ച് സവാള അരിഞ്ഞതും 1/4 ഭാഗം നാരങ്ങയുടെ നീരും ഒഴിച്ച് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. ജീര റൈസിന് ദാൽ ഫ്രൈ പോലൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ വേറൊന്നുമില്ല. സ്കൂളിലേക്കും ഓഫീസിലേക്കും കൊണ്ടുപോകാനും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമായ ലഞ്ച് ബോക്സ് വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.